അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിക്ക് ഒരു ഷേക്ക് ഉണ്ടാക്കിയാലോ. എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ തേങ്ങയുടെ ഉള്ളിലുള്ള പൊങ്ങ് കിട്ടില്ലേ നമ്മൾക്ക്, അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് അടിപൊളി ഷേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇത് നമ്മൾ അവല് നന്നായി ഒന്ന് ക്രിസ്പിയായി വറുത്തെടുത്തതാണ് കേട്ടോ. ഇതുകൂടി ഇതിലിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഷേക്കിൻ്റെ അവിലൊക്കെ വാങ്ങാൻ കിട്ടും. അതൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ. പിന്നെ നമ്മുടെ പൊങ്ങ് നുറുക്കി എടുത്തിട്ടുണ്ട്, അതുകൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ കടിച്ച് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും പൊങ്ങൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ പൊങ്ങും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സൈഡിൽ പൊങ്ങിൻ്റെ ഒരു കഷ്ണം കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിൽ തേങ്ങയൊക്കെ മുളച്ച് വരുമ്പോൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ പൊങ്ങുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗസ്റ്റുകൾക്കൊക്കെ വരുമ്പോൾ കൊടുക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് കൂടുതൽ ചിലവൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് നെഡ്സും ഒന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ എനിക്കിതാ ഇതുപോലത്തെ പൊങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഞാൻ 4 പഴം എടുത്തിട്ടുണ്ട്, കഴുകി ഞാൻ നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊങ്ങ്. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 5 ചെറിയ പഴമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 5 എണ്ണം എടുത്തിട്ടുള്ളത്. ഇതുകൂടി ഒന്ന് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് മധുരം ഷേക്കിന് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ പൊങ്ങിന് നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളൊരു 5 രൂപയുടെ ഹോർലിക്സ് ആണ് എടുത്തിട്ടുള്ളത്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടയാക്കിയ പാലാണ്, അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അരക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. 1/2 ലിറ്റർ പാലാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഗ്ലാസ്സൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അസൽ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമുക്ക് അവലും ഒക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമലൈക്കും.